ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ? ഇത് പഴയ കാലത്തൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കിയെന്ന കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ? ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനിതാ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ഉണ്ടാവും. അത് നല്ലപോലെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട മീൻ കറിക്ക്. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാടെ കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ കുഴച്ച് ഊക്കിട്ട് കുഴച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. നല്ല കുറച്ച് ബലം കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ കൈകൊണ്ട് മിക്സാക്കി നല്ലപോലെ കുഴച്ചിട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പണ്ട് ഇങ്ങനെയാണ് ചാറ് വെക്കൽ. ഇപ്പം ഒന്നുമില്ല. ഇപ്പം അമ്മ പോയിട്ടൊക്കെ 4 കൊല്ലമായി. അതിന് ശേഷം ഞാൻ അതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടട്ടെ. നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിക്കുക. എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മുറി തേങ്ങൻ്റെ നാളികേരപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട്, ഞാൻ 1-ാം പാല് 2-ാം പാല് തന്നല്ല കേട്ടോ, ഫുള്ളായിട്ടുള്ള പാല് ഒരു മുറി തേങ്ങ എടുത്ത്, വലിയൊരു മുറി തേങ്ങയാണ്. അപ്പോൾ അതിൻ്റെ പാല് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ ഇളക്കിയതിന് ശേഷം നമ്മളത് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു കുറച്ച് നേരം തിളപ്പിച്ച് നല്ലപോലെ ഇതൊന്ന് വറ്റി വരണം. തേങ്ങാപ്പാൽ പിരിയൊന്നുമില്ല. നല്ലപോലെ ഇതൊന്ന് വറ്റി വരും. ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ കറിയൊട്ട് കേടുവന്ന് പോകില്ല. അതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് മീനിട്ട് കൊടുക്കേണ്ടത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഏത് മീൻ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ മൃഗാല പറയില്ല, റൂഹ്, ആ മീനാണ് എടുത്തിരിക്കുന്നത്. മലമ്പുഴ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് കുത്തി ഇളക്കരുത്. ഞാനിത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെക്കുന്നുണ്ട്. പിന്നെ അത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലപോലെ തിളക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കരുത്. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിലേക്ക് ഇപ്പോഴൊന്നും ഉപ്പും പുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു താളിപ്പിടാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടതിന് ശേഷം ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 വറമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറിയല്ലേ, മീൻകറിക്ക് ഒരു കളറും ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ പച്ചമണം പോയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ തൂമിച്ചിരിക്കുന്നത്. അതിന് പെട്ടെന്ന് തന്നെ താളിപ്പ് അതിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളമ്പണ സമയത്ത് തുറന്നാൽ മതി. നല്ല ഇരിക്കും തോറും നല്ലപോലെ കുറുകി വരും. തേങ്ങാപ്പാൽ ഒഴിച്ച കറി ആയതുകൊണ്ട്. പിന്നെ പച്ചക്കറി കൊടുന്നപ്പോൾ അതിന് കുറച്ച് ബീൻസൊക്കെ എടുത്ത് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ പൊരിക്കണതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ പല വിധത്തിലുള്ള മീൻ മസാല തേക്കണതും മീൻ ഫ്രൈ ചെയ്യണതിനൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യണതിൻ്റെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കുക. ഇത്ര നേരം വീഡിയോ കണ്ടതിൻ്റെ സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ കൂട്ടുകാരനും ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്